പൈനാപ്പിൾ ചെത്തണ പോലെ യൂട്യൂബിലൊക്കെ കാണാം ഇതുപോലെ ചെത്തണത്. ഇതിൻ്റെ വല്ല ആവശ്യമുണ്ടോ? അതെ, ഇങ്ങനെ ഒരു വെട്ടിയാൽ ചക്ക 2 കഷ്ണമായി. അതുപോലെ തന്നെ പഴുത്ത ചക്കയൊക്കെ മുറിക്കുമ്പോൾ കുരുവൊക്കെ ഇങ്ങനെ കുറേ മുറിഞ്ഞു വരും. അത് കൂന് മുറിച്ചൊന്ന് അടർത്തി എടുത്തു കഴിഞ്ഞാൽ കുരുവൊന്നും അധികം മുറിയില്ല. ഇനിയിപ്പോൾ അതേപോലെ ആ കൂന് ഇത്തിരി കടത്തി മുറിക്കുക. അപ്പോൾ നമുക്ക് വേഗം പറിക്കാൻ കിട്ടും. അതേ പറിച്ചിട്ടു. ചക്ക വറുക്കാനായാലും കറി വയ്ക്കാനായാലും ഇതേപോലെ കൊത്തി ഓരോ കടിയെടുക്കുക. എന്നിട്ട് അതിൻ്റെ കൂന് മുറിക്കുക. വറുക്കാനാണെങ്കിൽ അതിൻ്റെ അടിവശം നമുക്കൊന്ന് കുറച്ച് ചെത്തിക്കളയുക. വറുക്കാൻ അരിയാൻ വളരെ എളുപ്പമായിരിക്കും. പഴയ കാലത്താണെങ്കിൽ ഈ കരിമുള്ളും കളഞ്ഞിട്ട് ചക്കയുടെ മടലും എല്ലാം കൂടിയിട്ട് ചക്കൂട്ട വയ്ക്കാറ്. പഴച്ചക്കയൊക്കെ മുറിക്കാനായിട്ട് വളരെ സിമ്പിളാണ്. കത്തി വെച്ച് കൊടുത്താൽ മതി, ചക്ക മുറിഞ്ഞ് കിട്ടും. പഴച്ചക്ക നമ്മളധികം യൂസ് ചെയ്യില്ല, എന്നാൽ അത് കളയേണ്ട ആവശ്യമില്ല. ഇത് വരട്ടാൻ ബെസ്റ്റാണ് ചക്ക. ഞാൻ കഴിഞ്ഞെല്ലാം കുറേ വരട്ടി വെച്ച് ഇപ്പോഴും ഇരിക്കുന്നുണ്ട് വീട്ടിൽ. ഇത് ഇതേപോലെ വെടുപ്പാക്കി എടുക്കണം. പഴച്ചക്ക കുക്കറിൽ വേവിക്കാൻ ഇടുമ്പോൾ നല്ല പോലെ വെള്ളം ഒഴിക്കണം. ഒരു 3-4 ഗ്ലാസ് വെള്ളമെങ്കിലും ഒഴിക്കണം. അതേപോലെ ഈ കളറാവണ വരെ സ്റ്റീം അടിച്ച് സിമ്മിലിട്ട് വയ്ക്കണം. എന്നാലാണ് ചക്ക വരട്ടുമ്പോൾ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. ഇതേപോലെ ആവുള്ളൂ.